വീണ്ടും കേരയിൽ മിഷൻ കേരളത്തിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുകയാണ്. നമുക്കറിയാം മെട്രോയുടെ ശ്രീധരൻ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും അതിവിദഗ്ധനായ ഒരു എഞ്ചിനീയറാണ്. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട റോഡിൻ്റെ കാര്യത്തിലൊക്കെ. അദ്ദേഹം ഒരു സജഷൻ കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്റിന്. ഏകദേശം ഈ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു റെയിൽവേയുടെ പ്രപ്പോസൽ എങ്ങനെയാണ് പണിയേണ്ടത്, 15-20ഓളം സ്റ്റോപ്പുകൾ, 200 കിലോമീറ്റർ വേഗതയിലാണ് അദ്ദേഹം പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക പോയി കഴിയുമ്പോൾ എലോൺ മസ്കിൻ്റെ ഈ ബോറിംഗ് കമ്പനിയുണ്ട്. 2017 അദ്ദേഹം തുടങ്ങിയത്. അപ്പം അവരുണ്ടാക്കിയ ഒരു മിഷനുണ്ട് ഈ ബോറിംഗ് കമ്പനി. അതിൻ്റെ പ്രൊഫോട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 1-2 വേർഷൻ ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതേപോലെ ഇപ്പോൾ കേരളത്തിൽ ഇവർ ഈ പറയുന്ന സംഭവങ്ങൾ 1 ലക്ഷം കോടി രൂപ കൊടുത്ത് ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കണോ, അതോ 25,000 കോടി കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഫാസ്റ്റായിട്ട് ഏകദേശം 6 മാസം കൊണ്ട് തീർക്കാവുന്നൊരു പ്രോജക്റ്റ്. 2 സജഷനാണ്. കാരണം അദ്ദേഹം ഒരു റെയിൽവേ വിദഗ്ധനാണ്, ഞാനൊരു സാധാരണ ജേർണലിസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഈ എലോൺ മസ്കിൻ്റെ കമ്പനി പോയിട്ട് അതിനെപ്പറ്റി ആൾക്കാരോട് ചോദിച്ച് പഠിച്ചു, മനസ്സിലാക്കി. ഈ നമ്മുടെ ശ്രീധരൻ സാറിൻ്റെ പ്രപ്പോസൽ നോക്കി അതിന് ശേഷമാണ് ഞാനൊരു സജഷനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് 2 ലൈൻ എടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് തൂണുകളിൽ കൂടെ തുരങ്കങ്ങളിൽ കൂടെ പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രീധരൻ അദ്ദേഹം നല്ല എഞ്ചിനീയറാണ്, അദ്ദേഹത്തിനെ പറ്റിയൊക്കെ കാര്യം അറിയാം. പക്ഷേ അദ്ദേഹം ഔട്ട്ഡേറ്റഡാണ്. അദ്ദേഹത്തിന് ഇന്ന് ലോകത്ത് നടക്കുന്ന ടെക്നോളജിയുമായിട്ടും ആയിട്ടും ബന്ധപ്പെട്ട് എന്തൊക്കെ മെഷീൻസാണ് അവൈലബിൾ, ഏതൊക്കെ രീതിയിലാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് വലിയ ധാരണയൊന്നുമില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഈ 2 ലൈനിൻ്റെ കാര്യം കയറി പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാൾക്കറിയത്തില്ല, അതായത് കാര്യം. കാരണം അയാൾ അപ്ഡേറ്റഡ് അല്ല. അപ്പം നിങ്ങളത് ഗൂഗിളിലൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കണം. ഈ എലോൺ മസ്ക് ഉണ്ടാക്കിയ ബോറിംഗ് കമ്പനിയുടെ ഈ പ്രൊഫോക്ക് എന്ന് പറയുന്ന വേർഷനിലുള്ള പോർട്രേറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം ഈ മിഷൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു കഥയുണ്ട് സംഭവം. കാരണം ഒരിക്കൽ അദ്ദേഹം ഇത് കമ്പനി ഉണ്ടാക്കാൻ കാരണം ഒരിക്കൽ ലോസ് ഏഞ്ചലസിൽ വെച്ച് വലിയ ട്രാഫിക്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഈ ട്രാഫിക് കുറേ ടണൽസ് പണിയണം. അപ്പോൾ ടണൽസ് പണിയാൻ വേണ്ടി ഈ ടണലിൻ്റെ ഒരു മിഷൻ ഇയാൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് ഇത് മാറ്റി മറ്റുള്ള രീതിയിലാക്കിയെടുത്ത് വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ ടണൽ, അതായത് തുരങ്കം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം തുരങ്കം ഉണ്ടാക്കാൻ വളരെയധികം സമയമെടുക്കുന്ന സംഭവമാണ്. അപ്പം 1 കിലോമീറ്റർ തന്നെ തുരങ്കം തുരക്കാൻ ഏകദേശം 1 മാസം 1.5 മാസം ടൈം എടുക്കണം. അതാണ് അയാൾ ഒരാഴ്ച കൊണ്ടാക്കി മാറ്റിയത്. ആദ്യത്തെ ടൈപ്പ് അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത മിഷൻ. അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട സംഭവമാണ്. ഇതൊക്കെ അവൈലബിളാണ് ഡേറ്റ. അതായത് ഒരു ദിവസം 11 കിലോമീറ്റർ തുരങ്കം ഉണ്ടാവും. അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്, അതായത് ഒരു ദിവസത്തെ ചിലവ് ആകെ 4 മില്യണേ ഉള്ളൂ. പണ്ട് നേരത്തെ അതായത് ഏകദേശം 1.5 മൈൽ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി 1 ബില്യണായിരുന്നു ചിലവായത്. അത് വെറും 4 മില്യനായിട്ട് അങ്ങ് മാറി. ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക. കാരണം ചിലവ് കുറഞ്ഞു, ഒന്നാമത് ഭയങ്കരമായിട്ട് ചിലവ് ഡിക്ലൈൻ ചെയ്തു, സമയം കുറഞ്ഞു. അപ്പോൾ ഈ തുരങ്കം ഉണ്ടാക്കുമ്പോൾ ഈ 4 മില്യൺ എന്ന് പറയുന്നത്, അതായത് ഏകദേശം 13 കിലോമീറ്റർ തുരങ്കം തുരക്കുന്നതിന് 4 മില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇവിടുന്ന് 1.5 കിലോമീറ്ററിൽ നിന്ന് 13 കിലോമീറ്ററാണ് 4 മില്യണിൽ അങ്ങ് തീരുന്നത്. ഇനി അതിൻ്റെ സമയവും അങ്ങ് കുറഞ്ഞു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട അതിൻ്റെ തുരങ്കത്തിനകത്ത് ലൈറ്റിങ്, അതിൻ്റെ വാക്വം, അതിൻ്റെ എയർ വരുന്നത് എല്ലാം ഉൾപ്പെടെയാണ് ഇതിൻ്റെ ചിലവ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു ഒരു എഞ്ചിനീയറുമായിട്ട്, ഒരു മലയാളിയാണ്, അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ കേരളത്തിലെ റെയിലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് അയാളതിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്ര ഡിസ്റ്റൻസാണ്, കാരണം നെറ്റിലെല്ലാം അവൈലബിൾ, എത്ര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. ചെറുപ്പക്കാരനായ ഒരു എനിക്കൊന്ന് കുറവിലങ്ങാട് ആ ഭാഗത്തുള്ള കക്ഷിയാണ്, അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് ഏകദേശം ഇന്ത്യൻ കറൻസി 20 മുതൽ 25,000 കോടി രൂപ ചിലവേ ഉള്ളൂ.
ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ 200 അത് ഈ ശ്രീധരൻ പറഞ്ഞ പോലെ, ശ്രീധരൻ സാറ് പറഞ്ഞ പോലെ 200 കിലോമീറ്റർ അല്ല, ഏകദേശം 300 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന റെയിലുണ്ടാക്കും. അത് ബോറിങ് മാത്രം, ഇത് ടണലിൽ കൂടെ മാത്രമല്ല, എവിടെ സ്ഥലമെടുക്കാൻ ബുദ്ധിമുട്ട് അവിടെയൊക്കെ ടണലായിരിക്കും. ബാക്കി മുഴുവനും ഈ തൂണിൽ കൂടെ പോകുന്ന ഡേഞ്ചറാണെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ എഞ്ചിനീയർ അല്ല, വീണ്ടും പറയാം, ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. അതിനേക്കാളും പ്രതലത്തിൽ കൂടെ പോകുന്നു, ബാക്കി ടണലിൽ കൂടെ പോകുന്നു. അതും പുള്ളി ഒന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് പറയും, ഇപ്പോഴും എക്സിസ്റ്റിംഗ് റെയിൽവേ ഉണ്ട്, ആ റെയിൽവേ 4 ലൈനായിട്ട് അങ്ങ് മാറ്റുക. അപ്പോൾ സ്ഥലമെടുക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഇതിനകത്ത് ഒരു സ്ഥലമെടുപ്പും എല്ലാം കൂടെയാണ് ഈ പറയുന്ന 4 ബില്യൺ. ആലോചിച്ച് നോക്കുക, ഇത് ഒരു റഫ് കാൽക്കുലേഷനാണ്. അതായത് 6 മാസം കൊണ്ട്, അതായത് 1 മാസം കൊണ്ട് 600 കിലോമീറ്റർ റെയിൽവേ ലൈൻ ശരിയാകും, തുരങ്കം ഉൾപ്പെടെ. അതായത് പുഴയുടെ മേളിൽ കൂടെ തൂടൊന്നുമില്ല, അടി കൂടെ ഒക്കെ തുരങ്കം അടിച്ചങ്ങ് പോവുക. ഏകദേശം 300 കിലോമീറ്റർ സ്പീഡ്. ഈ സ്ഥലമെടുക്കുന്നതിന് പ്രശ്നമുണ്ടാകത്തില്ല. ആകെ ചിലവ് 25,000. എന്നിട്ട് പുള്ളി അഡീഷണലായിട്ട് പറഞ്ഞൊരു കാര്യം കേൾക്കുക, ഇപ്പം ഇങ്ങനൊരു പ്രോജക്റ്റ് കേരളത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എലോൺ മസ്ക് ചിലപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറുണ്ട്. പുറത്തുനിന്ന് പണം എടുക്കണ്ട, 25,000 കോടിയല്ലേ ഉള്ളൂ. കാരണം അയാൾക്കറിയാം കച്ചവടം നടത്തി ഇതിൻ്റെ പണം കിട്ടും. കാരണം ഇന്ത്യയിൽ വലിയ എൻട്രി ആവും ബോറിംഗ് കമ്പനിക്ക്. ട്രംപ് വന്നിരിക്കുന്ന സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പറയുന്ന കേരള ഗവൺമെൻറ്റിന് ഈ മണ്ടൻ AKG സെൻറ്ററിൽ ഇരിക്കുന്നവന്മാർ ലോകത്തിൻ്റെ ചേഞ്ചസ് അറിയുന്നില്ല. കാരണം പുതിയ 11 കിലോമീറ്റർ ബോറ് ചെയ്യാൻ പറ്റുന്ന, അതായത് തുരങ്കം ഒരു ദിവസം, ആ മിഷൻ ഉള്ളപ്പോഴും തൂണിൽ കൂടെ പോകണം, പാലം ഉണ്ടാക്കണം, കോപ്പുണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഇവന്മാർക്കൊന്നും ബേസിക്കലി ഈ കാര്യത്തെപ്പറ്റി യാതൊരു ബോധവുമില്ല. റിട്ടയർ ചെയ്ത് കുറച്ച് ഹാൻഡുകളെ എടുത്ത് വെക്കും. പിന്നെ റെയിൽവേയിൽ കുറച്ച് വിദഗ്ധന്മാർ, AKG ഫാമിലിരിക്കുന്ന കുറച്ച് മണ്ടക്കൊടാപ്പന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് സത്യം പ്രതിൻ്റെ കുളവാക്കുന്നത്. അതിൻ്റെ ചിലവെത്ര? ഇപ്പം ഇതിൻ്റെ ശ്രീധരൻ പറയുന്ന ഏകദേശം 1 ലക്ഷം കോടിക്ക് അടുപ്പിച്ച്. 25,000 കോടിയുള്ളൂ, തലവെടുക്കാൻ പ്രശ്നമില്ല. മാക്സിമം ബോർ ചെയ്ത് മറ്റുള്ള ഭാഗം മേളിൽ കൂടെ കയറി പോകുന്നു. എക്സിസ്റ്റിംഗ് ലൈൻ അതും ശരിയാക്കി എടുക്കുന്നു. കാരണം അഡീഷണലായിട്ട് 2 ലൈൻ വെക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. എത്ര സിമ്പിളായുള്ള കാര്യത്തെയാണ് വലിച്ചഴച്ച് നാശമാണ്. കാരണം ഇവർക്കെല്ലാം ഇതിനകത്ത് ശ്രീധരൻ സാറിൻ്റെ കാര്യമല്ല, ഈ കേരളം ഭരിക്കുന്ന പൊളിറ്റീഷ്യൻ മറ്റുള്ളവർക്കെല്ലാം ആവശ്യമുണ്ട്. ഇങ്ങനൊരു പ്രപ്പോസൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്താൽ ഇതിന് വലിയ താമസമൊന്നുമില്ല, ഒറ്റ ആഴ്ച കൊണ്ട് ഇത് അപ്രൂവൽ ചെയ്ത് കൈ കൊടുക്കും. എൻ്റെ റെയിൽവേയുടെ പുരോഗതി ഉണ്ടാകാൻ പോവാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ണടച്ചത് പ്രപ്പോസൽ സാക്ഷൻ കൊടുക്കും. കാരണം ഇതേപോലെ കമ്പനി വരും. കാരണം ഇലോൺ മസ്കിന് ഇന്ത്യയിൽ എൻട്രി വേണം, അതായത് ബോറിംഗ് കമ്പനി. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. അയാൾ ഇത് മുഴുവൻ ഇൻവെസ്റ്റും ചെയ്തോളും. ഇതാണ് ബോധമുള്ളവർ തിങ്ക് ചെയ്യുന്നത്. ഇത് പറയാനുണ്ടായ കാരണം ഇന്നത്തെ മനോരമ ഒന്ന് വാർത്ത കണ്ടിട്ട്, കാരണം ഈ ബേസിക്കലി ഇവർക്ക് മനസ്സിലായിട്ടല്ലേ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത്ര ഫാസ്റ്റായിട്ട് പോകുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നിർവചിക്കുന്നു, ഇത്ര ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ പറയുന്ന എലോൺ മസ്ക് ലാസ് വെഗാസിൽ ഇതേപോലെ ബോറിംഗ് ഈ സാധനം ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇഷ്ടം പോലെ ഓർഡറാണ് അമേരിക്കയിലുള്ളത്. ഗ്ലോബലായിട്ട് പോകണം. അതിനുവേണ്ടി ഓരോ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, ഇന്നോവേറ്റീവ് സാധനങ്ങൾ ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ്, പ്രോട്ടോടൈപ്പ് പല രീതിയിലുണ്ട്. ഇതിന് വലിയ രീതിയിലുള്ള ഷിപ്മെൻറ്റ് നടത്തുമൊന്നും വേണ്ട, ആ രീതിയിൽ സാധനമാക്കി എടുത്തു. അതായത് വളരെ സിമ്പിളായ ഒരു ലോകത്തെ നാശക്കോടാലിയാക്കുന്ന കേരളത്തിലെ ഭരണകർത്താക്കളും അതിന് ഉപദേശം കൊടുക്കുന്നവർ ഔട്ട്ഡേറ്റഡാണ്. കാരണം സംഭവം മുഴുവനും മാറി. പക്ഷെ വീണ്ടും അവർ ഉദ്ദേശിക്കുന്ന പഴയ രീതി, കാളവണ്ടി യുഗത്തിൽ കാളവണ്ടി ഇങ്ങനെ വലിച്ചോണ്ട് പോകണം. ടെക്നോളജി യൂസ് ചെയ്യണം, AI യൂസ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. അതിനെങ്കിലും ബോധമുള്ള സർക്കാർ കേരളത്തിൽ ഉണ്ടാകട്ടെ. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.